സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്യുമ്പോൾ ലൊക്കേഷൻ ലീക്കായി പോകണം. അങ്ങനെയല്ല, ഞാൻ അത്രയും ടൈറ്റ് ലോക്ക് ആക്കിയിട്ടുള്ളത്. ഒരിക്കലും ഒരു മിസ്റ്റേക്ക് നമുക്ക് പറ്റൂല. ഇവിടെ പോകുമ്പോ തൊപ്പിയുടെ പേര് കണ്ടുപിടിക്കാൻ അപ്പൊ ഇതിലാവാനാണ് അവൻ പറയുന്നത്. അപ്പൊ നമുക്ക് എവിടെയാണെന്ന് ജസ്റ്റ് പോയി നോക്കുക. സത്യം പറഞ്ഞാൽ എന്റെ വീടിന് ഏകദേശം അടുത്തായിരുന്നു തൊപ്പിയുടെ വീട്. ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച് വെച്ച് അപ്പൊ ഇപ്പൊ നമ്മളെവിടെ എത്തിയേക്കണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവരും കാണാം. തൊപ്പി പറഞ്ഞ പോലെ തന്നെ കാടിന്റെ ഉള്ളിൽ കൂടി പോയിട്ട് നമ്മളൊരു തൊപ്പിയുടെ വീട് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോ ഇതേ തൊപ്പിയുടെ BMW അവിടെ കിടക്കണാണ്. അപ്പൊ ഗൈസ് ദേ നമ്മൾ തൊപ്പിയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് അകത്ത് നോക്കാം, തൊപ്പിയുടെ BMW അവിടെ കിടക്കണ്ട്. തൊപ്പീനെ കാണാനുള്ള കാരണം തൊപ്പിയുടെ ഷൂസ് എല്ലാം ഉണ്ട് അവിടെ, പക്ഷെ തൊപ്പിയില്ല. അപ്പൊ ഞാനും എന്റെ ഫ്രണ്ട്സും ജസ്റ്റ് ഒരു 12 മണിക്കൂറിലത്തെ തപ്പിപ്പിടിക്കലും എല്ലാ കണ്ടുപിടുത്തത്തിലും അവസാനം നമ്മൾ തൊപ്പിയുടെ വീട്ടിലെത്തി. നമ്മുടെ തൊപ്പിയുടെ BMW കണ്ടിട്ടുണ്ട്. അപ്പൊ ഹരിയാന രജിസ്ട്രേഷൻ ആണ് വണ്ടിയുടെ പേരൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഡോറിൽ, മിസ്റ്റർ തൊപ്പി എന്നൊക്കെ. അപ്പൊ എന്തായാലും നമ്മൾ തൊപ്പിയുടെ BMW ഒക്കെ പോയി കണ്ട് സെറ്റാണ് ഗൈസ്, ഒരു രക്ഷയില്ല. സോ ഗൈസ് ഇതാണ് നമ്മുടെ തൊപ്പിയുടെ BMW. അപ്പൊ ഇന്നലെ വൈകുന്നേരമാണ് തൊപ്പി വീട്ടിൽ മാറിയത്. ഒരു രക്ഷയിലല്ല BMW കാണാൻ. അപ്പൊ തൊപ്പിയുടെ BMW പിന്നെ ഒരു ഫോർച്യൂണർ ഫോർച്യൂണർ പോയേക്കാരാണ് ഞങ്ങൾ വന്നപ്പോ. എന്തായാലും സീനില്ല, നമുക്ക് തൊപ്പീനെ കാണാൻ പറ്റിയില്ല. കാരണം തൊപ്പി അച്ഛൻ്റെ ഒപ്പം എവിടെ പോയെന്നാണ് പറയാൻ. എന്തായാലും നമ്മൾ തൊപ്പിയുടെ വീട് കണ്ടുപിടിച്ചിട്ടുണ്ട്.